അത് ഞാൻ കോൺഗ്രസിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ശ്രീ കെ പി നൗഷാദ് അലി, എങ്ങനെ ഇത്ര കനത്ത പരാജയം? ഇത് ലിറ്ററലി ഇതൊരു പരാജയമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, വളരെ ചെറിയ സീറ്റുകളിൽ ഒതുങ്ങുന്നു. തീർച്ചയായിട്ടും അതൊരു പരാജയം തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു പരാജയം നേരിടുമ്പോൾ അത് BJP ഇത്രക്കൊരു ഓവർഡോസിൽ ഇങ്ങനെ ഒരു കൃത്രിമം കാണിക്കുമ്പോൾ, അത് 200 കടന്ന് അവരുടെ വിജയം എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയും യുക്തിയും സംഘപരിവാറിനെ പണയപ്പെടുത്താത്ത മുഴുവൻ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലേക്ക് കണ്ണുകൾ പായിക്കുകയാണ്. കാരണം 65 ലക്ഷത്തോളം വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകളിൽ 90% അത് RJD കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട വോട്ടുകളാണ്. ഇത് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മരണമണിയാണ്. ഇവിടെ BJP മാത്രം ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇവിടെ റഷ്യയെപ്പോലെ അല്ലെങ്കിൽ ചൈനയെപ്പോലെ മറ്റ് പല രാജ്യങ്ങളെയും പോലെ പേരിന് ജനാധിപത്യം, നിരന്തര വിജയങ്ങൾ ഇത്തരത്തിൽ കൃത്രിമങ്ങളിലൂടെ എന്ന മട്ടിൽ ഒരു പുതിയ വ്യവസ്ഥിതി ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നീതിബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അസ്തമിക്കുകയാണ്. ഇത് കോൺഗ്രസ്സുകാരെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, RJDക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ രാജ്യത്തെ ഇതിൻ്റെ ഒരു മൗലികതയിലും ഇതിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളിലും ധാരയിലും ഒക്കെ വിശ്വാസമുള്ള സകല പരിഷ്കൃത പുരോഗമന ചിന്തയുള്ള പൗരനെയും ബാധിക്കുന്ന വലിയ വിഷയമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പിൽ ഓരോ സ്ത്രീ വോട്ടറുടെ കയ്യിലും ആധികാരികമായി നിയമപരമായി 10,000 രൂപ വോട്ടിന് കൂലി എന്ന കണക്ക് കൊടുക്കാൻ അവസരം കിട്ടുന്ന ഒരു സർക്കാർ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നിർനിമേഷരായിട്ട് അതിനെ പച്ചപ്പരവതാനി വിരിക്കുകയാണ്. പിന്നെ മോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായിട്ട് അവർ 2014 അധികാരത്തിലേറിയത് തൊട്ടിത്തരം രീതികളാണ് നടത്തിപ്പോരുന്നത്. കാരണം 2015 തന്നെ അവർ കൊളീജിയൊക്കെ റദ്ദാക്കിയിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാനൊക്കെ പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന 2 പേരെയൊക്കെ ചുമതലപ്പെടുത്തി. പിന്നെ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. അത് തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാനെ നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു ക്യാബിനറ്റ് അംഗത്തെ വെച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ, കമ്മീഷൻ്റെ ചട്ടങ്ങൾ മുഴുവൻ ഭേദഗതി ചെയ്തു. 2024 ഡിസംബറിലും 2025 ആഗസ്റ്റിലും ഒക്കെ ആയിട്ട് നടന്ന പരിഷ്കരണങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണ്. കാരണം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുന്നു. ഘടകങ്ങളൊക്കെ അവിടെയുണ്ട്, സമ്മതിക്കുന്നു. ഈ ഘടകങ്ങൾ അവിടെയുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപാണ്. അങ്ങ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാവുന്ന ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമല്ല, തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. അതിൽ കൃത്യമായൊരു പദ്ധതിയുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ ആ പദ്ധതി കേന്ദ്രത്തിൽ ഭരണത്തിലുള്ളപ്പോൾ അതിനുള്ള പണം അവിടെയുണ്ട്, ഒഴുക്കാൻ സാധിക്കും. അതിനിടയ്ക്കുള്ള പദ്ധതികൾ അവർ കൊണ്ടുവരും, ആ നിലയ്ക്ക് വോട്ട് പിടിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ പരാജയത്തിന് അത് മാത്രമാണോ കാരണം? നിങ്ങൾ എത്രത്തോളം ആത്മപരിശോധന നടത്തി? നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടായിരുന്നു? കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടത് ഒരു തിരിച്ചടിയായിട്ടുണ്ടോ? 19 നിന്നും 4 ചുരുങ്ങുമ്പോൾ ഈ പറയുന്ന BJPയുമായി ബന്ധപ്പെട്ട അവരുടെ തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുള്ള തന്ത്രങ്ങൾ, അത് മാത്രമാണോ കാരണം? ആത്മപരിശോധനയിൽ തെളിയുന്നത് എന്താണ്? അല്ല, ഇവിടെ സ്മൃതി, ഇത് കോൺഗ്രസ് ആയാലും RJD ഒക്കെ ആയാലും എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതികളിൽ തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. അതിനകത്ത് തർക്കങ്ങൾ വരും, അഭിപ്രായ ഭിന്നതകൾ വരും. അതൊക്കെ ആ ഒരു സഹജമായൊരു സ്വഭാവം പോലെ അനുവർത്തിച്ചു പോരുന്നൊരു കാര്യങ്ങളാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മുമ്പ് ഉള്ള സാഹചര്യങ്ങളിൽ നിന്നുകൂടി വിഭിന്നമായിട്ട് ഒരു പൂർവാധികം ശക്തിമത്തായ ഒരു ഐക്യവും ചേർന്ന് നിൽക്കലും ഒക്കെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇത് വിളിച്ചോതുകയാണ്. കാരണം ഇവിടെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ
എന്ന മട്ടിലാണ് ഇനി കോൺഗ്രസും പിന്നെ ഇന്ത്യ മുന്നണി കക്ഷികളൊക്കെ തമ്മിൽ തർക്കിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നൊരു ഉപമ പാമ്പിൻ്റെ വായിലാകപ്പെട്ട തവളയാണ്. അത് ഭക്ഷണം തിരഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഈ പാമ്പിനെ പിളർത്തി പുറത്തു വരിക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ ദൗത്യം. ഈ രാജ്യത്തിൻ്റെ എല്ലാ ഏകകങ്ങളും എല്ലാ പിന്നെ നീതിയുടെ തുലാസുകളുമൊക്കെ ഏകപക്ഷീയമായി മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വലിയ മാൽ പ്രാക്ടീസിന്റെ പുറത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അതിപ്പോൾ ബീഹാറിന്റെ പശ്ചാത്തലത്തിലാണോ? അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ KP നൗഷാദ് അലി, SIR-മായി ബന്ധപ്പെട്ട നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങൾ, വോട്ടർ അധികാർ യാത്ര കടന്നുപോയ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട തിരിച്ചടികൾ, ഇത് നൽകുന്ന പാഠം എന്താണ്? നിങ്ങൾ പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണോ? അതല്ല മറ്റൊരു തന്ത്രത്തിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ടെന്നാണോ? നിങ്ങൾക്ക് RJD-യുമായി പോലും ഐക്യമുണ്ടായിരുന്നില്ല. പരസ്പരം മത്സരിച്ച 11 ഇടങ്ങളുണ്ടായിരുന്നു, 11 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇവിടെ സ്മൃതി, ഈ കാണുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ നോക്കൂ. അവിടെ ഞാനൊരു 10-40ഓളം മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെയൊക്കെ പിന്നെ ഒഴിവാക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണത്തെക്കാൾ കുറവ് ഭൂരിപക്ഷം BJPക്കും ജനതാദൾ യുവിനും കിട്ടിയ പിന്നെ 10-40ഓളം മണ്ഡലങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് 65 ലക്ഷം വോട്ടർമാരെ മാറ്റിയിട്ടൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളമായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. കേരളത്തിലെ 2-2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് LDF UDF ഒക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആവുന്നത്. ഇപ്പോൾ ഇവിടെ SIR നടക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലാണ് SIR നടക്കുന്നത്. ഇവിടെ ഒരു 15-20 ലക്ഷം ആളുകൾ ബീഹാറിന് ആനുപാതികമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടാൽ 2-2.5 ലക്ഷത്തിൻ്റെ മാർജിനിൽ വിജയാപജയങ്ങൾ സംഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്രയും വോട്ടുകൾ മാറ്റപ്പെട്ടാൽ പിന്നെ ഇവിടെ എന്താണ് നടക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ്. ഇവിടെ എനിക്കിത് കേൾക്കുന്ന എല്ലാ പിന്നെ മതേതര ജനാധിപത്യ ബോധമുള്ള മനുഷ്യരോടും പറയാനുള്ളത്, ഈ പറഞ്ഞ ഇലക്ടറൽ റോളിൽ വീണ്ടും തിരിച്ചു കയറാനുള്ള ബാധ്യത അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ പൗരാവകാശങ്ങൾ ഏവരും ഭദ്രമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പിന്നെ വഞ്ചനയും കാപട്യവുമായിട്ട് വരുന്ന BJPയെ നേരിടാൻ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറേണ്ടതുണ്ട്. അത്തരത്തില് വലിയൊരു ഫാസിസ്റ്റ് വിരുദ്ധ ദൗത്യമാണ്. ഇനി എപ്പോഴാണ് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇനി എപ്പോഴാണ്? ബീഹാർ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.